ഹായ്, സുഖല്ലേ? ചപ്പാത്തി ബാക്കിയിരിക്കുന്നുണ്ടോ? എന്നാ എടുത്തോളൂ കേട്ടോ. നമുക്ക് 10 മിനിറ്റിൽ കുട്ടികൾക്ക് ടിഫിൻ ബോക്സിൽ കൊടുത്തയക്കാനും നമുക്ക് കഴിക്കാനും അടിപൊളി 2 റെസിപ്പി ഉണ്ടാക്കാം. അപ്പോൾ ഞാനൊരു സൂത്രപ്പണി ഇതിൽ ചേർത്തിട്ടുണ്ട് കേട്ടോ, അത് വീഡിയോയിൽ കാണിക്കാം. അതിന് വേണ്ടി ഞാൻ ആദ്യം 3 ചപ്പാത്തിയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ അതിലേക്ക് വേണ്ടത് ഒരു സവാള, പിന്നെ ഒരു ഉരുളക്കിഴങ്ങ്, പിന്നെ കുറച്ച് മല്ലിയില, 4-5 പച്ചമുളക്, ഇത്ര സാധനം വേണം. പിന്നെ കുറച്ച് കപ്പലണ്ടി, നിലക്കടല വേണം കേട്ടോ. പിന്നെ കടുക് വറുത്തിടാൻ വേണ്ടി ജീരകം വേണം, കടുക് വേണം, പിന്നെ കുറച്ച് കറിവേപ്പില വേണം, ഒരു 2-3 പൊടികൾ കൂടി വേണം. നമുക്ക് അത്രയും ആവശ്യമുള്ളൂ. അപ്പോൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോളൂ. നിങ്ങൾക്ക് ഇതിൽ ഏതാ ഇഷ്ടം, നിങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കാറുണ്ടോ എന്നൊക്കെ എന്തായാലും കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇനി നമുക്ക് ഈ ചപ്പാത്തിയൊക്കെ അതുപോലെ നുള്ളി പറിച്ച് നമ്മുടെ മിക്സിയിലിട്ടിട്ട് ഒന്ന് കറക്കി ഇത് അതുപോലെ പൊടിയാക്കി കൊണ്ടുവരണം. അപ്പോൾ നമ്മുടെ ചപ്പാത്തി ഇതുപോലെ നന്നായിട്ട് ചെറുതായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് കുറച്ച് സാധനം വേണം. ഉരുളക്കിഴങ്ങ് ചെറിയ ക്യൂബ്സായിട്ട് മുറിച്ച് വെക്കണം. നമ്മളുടെ ഒരു ഉരുളക്കിഴങ്ങാണ് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ചെറുതായിട്ട് നമ്മുടെ സവാള അരിഞ്ഞ് വെച്ചു. നമ്മുടെ പച്ചമുളകും വട്ടത്തിലും മുറിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് കടുകും ജീരകം എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ എണ്ണ ചൂടാകുമ്പോൾ കടുകും ജീരകവും പൊട്ടിക്കണം. പിന്നെ നമ്മളുടെ കപ്പലണ്ടി കൂടി ഇട്ടിട്ട് ഇതൊന്നും നമുക്കറിയാലോ ഇതിൻ്റെ പാകം എങ്ങനെയാണ്. അതൊന്ന് മൂത്ത് വരുമ്പോൾ നമ്മുടെ കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. നമ്മൾ ആലു പോഹ ഉണ്ടാക്കണം ഏകദേശം അതുപോലെയൊക്കെ തന്നെയാണ്. നമ്മുടെ സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ഇല്ലേ, അതെന്തായാലും ചേർത്തണം കേട്ടോ. അത് ഞാനിതിൽ കാണിച്ചു തരാം കേട്ടോ. അത് ചേർത്തണം, അപ്പോഴാണ് ഇത് നല്ല ടേസ്റ്റ് ആവുക. ഇനി നമുക്കതിലേക്ക് കറിവേപ്പില ചേർത്തി മുറിച്ച് വെച്ചിരിക്കുന്ന സവാളയും ഉരുളക്കിഴങ്ങും കൂടെ ചേർത്തിട്ടുള്ളൂ. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് നമുക്ക് ഇതിലേക്ക് ഞാൻ പറഞ്ഞ കുറച്ച് പൊടി വേണം. മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഒരു 1/2 സ്പൂൺ പഞ്ചസാര നിങ്ങളുടെ അളവിനനുസരിച്ച് കേട്ടോ. അപ്പോൾ ഉപ്പും മഞ്ഞൾപ്പൊടിയും പഞ്ചസാരയും കൂടി ഇതിലേക്ക് ചേർത്തി നന്നായിട്ടൊന്ന് ഇളക്കി ഗ്യാസ് സിമ്മിലാക്കി വെച്ചിട്ട് നമുക്ക് മൂടി വെച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കണം. ഉരുളക്കിഴങ്ങ് ഒന്ന് വെന്ത് കിട്ടുന്ന സമയം മതിയിട്ടുള്ളൂ. ഇതൊന്ന് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തിട്ട് നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഇപ്പോൾ 2-3 മിനിറ്റ് അടച്ചു വെച്ച് ഞാൻ വേവിച്ചിട്ടുണ്ട്. ഒരു 2-3 മിനിറ്റ് അടച്ചു വെച്ച് വേവിച്ച് അത് നന്നായി വെന്ത് കിട്ടും. നമ്മൾ വളരെ ചെറുതായിട്ടല്ലേ മുറിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് നമ്മുടെ ഉരുളക്കിഴങ്ങൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ലൊരു മണമാണ് ഇത് തുറക്കുമ്പോൾ. ഇനി നമുക്കതിലേക്ക് നമ്മളുടെ പൊടിച്ച് വെച്ചിരിക്കുന്ന ചപ്പാത്തി കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ. നന്നായിട്ട് ഒരു 1-2 മിനിറ്റ് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ നമുക്കിനി നമ്മുടെ സൂത്രപ്പണി ചേർക്കാം. അത് മാഗിയുടെ മാജിക് മസാലയാണ് കേട്ടോ. ഈ ഒരു പാക്കറ്റിൻ്റെ ഹാഫ് പാക്കറ്റ് ഞാൻ ഇതിലേക്ക് ചേർത്തുന്നുണ്ട്. ഇതെന്തായാലും ചേർത്തണം. ഇതിടുമ്പോൾ ഇതിൻ്റെ ഫുൾ ടേസ്റ്റ് ചേഞ്ച് ആവും, അടിപൊളി ടേസ്റ്റ് ആവും. 1/2 പാക്കറ്റ് മതിയിട്ടുള്ളൂ. ഇപ്പോൾ ഞാൻ അതിലേക്ക് ആ പാക്കറ്റിലെ 1/2 ഭാഗം ഞാനിതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതെന്തായാലും ചേർത്തണം. എന്നിട്ട് നിങ്ങൾ പറയൂ ഇത് നല്ല ടേസ്റ്റി അല്ലേന്ന്. കുട്ടികൾക്കും വലിയവർക്കൊക്കെ നല്ല ഇഷ്ടമാവും. ടിഫിൻ ബോക്സിലൊക്കെ കൊടുത്തയച്ചാലേ കുട്ടികൾ മുഴുവൻ കഴിച്ചിട്ട് വരും. അപ്പോൾ ഇനി നമുക്കതിലേക്ക് കുറച്ച് മല്ലിയുടെ ഇല കൂടി നുള്ളി ഇടാട്ടുള്ളൂ. അപ്പോൾ കുറച്ച് മല്ലിയില ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നല്ല മണമുള്ള വായിട്ട് അലിഞ്ഞ് പോകണം നമ്മളുടെ ഉപ്പുമാവ്. റൊട്ടി കൊണ്ട് ചപ്പാത്തി കൊണ്ടുള്ള ഉപ്പുമാവ് ഇതാ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഗ്രീൻ പീസൊക്കെ ഉണ്ടെങ്കിൽ ഇടാട്ടുള്ളൂ. അതൊന്നും ഇട്ടില്ലെങ്കിലും ഇങ്ങനെ ഉണ്ടാക്കിയാൽ മതി, നല്ല രസമാണ്. പക്ഷേ മാജിക് മസാല എന്തായാലും മിസ് ചെയ്യരുത് കേട്ടോ, അത് ഇടണേ. ഇനി നമുക്ക് അടുത്തത് എന്താണെന്ന് നോക്കാം. ഇത് കുട്ടികൾ ഇഷ്ടപ്പെട്ട് കഴിക്കും. അവർ പറയും ഇങ്ങനെ ഉണ്ടാക്കി തരുമെന്ന് എപ്പോഴും. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ 2 ചപ്പാത്തിയാണ് ഞാൻ അതിനെടുക്കണം. അതിന് ചപ്പാത്തി ഇങ്ങനെ നടുവൊന്ന് മുറിച്ചു. ഇനി ഇതിന് നീളത്തിൽ നമുക്ക് ന്യൂഡിൽസ് പോലെ മുറിച്ചെടുക്കണം. അപ്പോൾ ഇത് ന്യൂഡിൽസ് പോലെ നമുക്ക് മുറിച്ചെടുക്കാം. എന്നിട്ട് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് ഉലർത്തിയെടുത്ത് കഴിഞ്ഞാൽ അതിങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് വരും. അപ്പോൾ നമ്മുടെ ന്യൂഡിൽസോ മാഗിയൊക്കെ പോലെ ഇങ്ങനെ സ്ട്രിപ്പായിട്ടുണ്ടാവുമല്ലോ, അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു ചെറിയ സവാള, ഒരു ചെറിയ ക്യാപ്സിക്കം, ആ രണ്ടും നമുക്ക് ഇതേപോലെ നീളത്തിൽ മുറിച്ചെടുക്കണം. പിന്നെ എരിവിന് 1-2 ചെറിയ പച്ചമുളക് നീളത്തിൽ അരിഞ്ഞെടുക്കണം കേട്ടോ. പിന്നെ ഇതിലേക്ക് വേണ്ടത് സോയാ സോസും ടൊമാറ്റോ സോസും റെഡ് ചില്ലി സോസും 1/2 സ്പൂൺ 3 സ്പൂൺ എടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഈ മുറിച്ച് വെച്ചിരിക്കുന്ന ചപ്പാത്തി ഇത് ആദ്യം ഒന്ന് ക്രിസ്പി ആയിട്ടൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ ഒരു സ്പൂൺ 1/2 സ്പൂൺ എണ്ണ ഒഴിച്ചിട്ട് നന്നായിട്ട് തവയിലൊന്ന് 2 മിനിറ്റ് ഒന്ന് ഇതുപോലെ വഴറ്റിയാൽ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. അപ്പോൾ നല്ല ക്രഞ്ചി ആയിരിക്കും അത്. അപ്പോൾ നമുക്ക് ഈ ചപ്പാത്തി നന്നായിട്ടൊന്ന് വറുത്ത് കോരി വയ്ക്കാം. ഇനി നമുക്ക് ഈ ചീഞ്ചട്ടി കുറച്ച് വലുതായിപ്പോയി. ഞാനപ്പോൾ ഒരു ചെറിയ ചീഞ്ചട്ടിയിലേക്ക് ഉണ്ടാക്കാട്ടുള്ളൂ. അപ്പോൾ ഒരു ചെറിയ ചീഞ്ചട്ടിയിൽ ഞാൻ 1 സ്പൂൺ എണ്ണയാണ് ഒഴിച്ചിരിക്കുന്നത്. അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മളുടെ സവാള, നീളത്തിലരിഞ്ഞ സവാളയും നീളത്തിലരിഞ്ഞ ക്യാപ്സിക്കും, 2 പച്ചമുളകും കൂടി ഇട്ടിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് വഴറ്റണം. ഇത് ഫ്രൈ ആവരുത്, ക്രഞ്ചി ആയിട്ടിരിക്കണം. ഉള്ളിയും നമ്മുടെ ക്യാപ്സിക്കും ഒക്കെ അറിയാലോ നമ്മൾ ന്യൂഡിൽസൊക്കെ ഉണ്ടാക്കുമ്പോൾ അതുപോലെ. ഇനി നമുക്ക് അതിലേക്ക് എടുത്ത് വെച്ചിരിക്കണം നമ്മുടെ 3 സോസ്, ടൊമാറ്റോ സോസും റെഡ് ചില്ലി സോസും സോയാ സോസും 1/2 സ്പൂണാണ് കേട്ടോ 3 എടുത്തിരിക്കുന്നത്. അത് 3 ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു നുള്ളു ഉപ്പിട്ട് കൊടുക്കാം. ഓൾറെഡി സോസിലൊക്കെ ഉപ്പുള്ള കാരണം നമ്മളത് നോക്കിയിട്ട് വേണം ഉപ്പിടാൻ. അപ്പോൾ ഒരു നുള്ള് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു നുള്ള് പഞ്ചസാര ഇടണം. അപ്പോൾ ഇങ്ങനെ ഇടുമ്പോൾ നമുക്ക് അജിനോമോട്ടോടെ ഒന്നും ആവശ്യം വരില്ല. അപ്പോൾ അതൊന്നും നല്ലതല്ലല്ലോ. അപ്പോൾ നമുക്ക് ഇങ്ങനെ ചെയ്താൽ മതിയിട്ടുള്ളൂ. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഉപ്പും പഞ്ചസാരയും ചേർത്തിട്ടുണ്ട് ആവശ്യത്തിന്. ഇനി നമ്മുടെ മാജിക് മസാല ഇല്ലേ, മാഗിയുടെ നമ്മൾ 1/2 ഓൾറെഡി എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ, അതിലിട്ട് ബാക്കി ആ പകുതി
മാജിക് മസാല ഇതിലും ഇട്ട് കൊടുക്കണം കേട്ടോ. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്യണം. അതിലുള്ള പൊടി മുഴുവൻ ഞാൻ അതിലേക്ക് ഇട്ടിട്ടുണ്ട്. അത്ര തന്നെ ഒരു ഹാഫ് പാക്കറ്റ്, 5 രൂപയുടെ പാക്കറ്റാണ് കേട്ടോ. ഞാൻ 2 ഡിഷിന് ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി അത് നന്നായിട്ടൊന്ന് വഴണ്ട് വരുമ്പോൾ നമ്മൾ ക്രിസ്പി ആയിട്ട് വറുത്ത് വെച്ചിട്ടുള്ള നമ്മളുടെ റൊട്ടി ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. നല്ല ആ സോസും ഇതൊക്കെ എല്ലാവിടേക്കും ഒന്ന് നന്നായി മിക്സായിട്ട് കിട്ടണം. ഇത് ചൂടോടെ കഴിക്കണം കുട്ടികൾക്ക്. ഡബ്ബയിൽ കൊടുത്തയച്ചാൽ ഇത് നല്ല ടേസ്റ്റ് തന്നെയാണ്. ആറിയാലും ടേസ്റ്റൊന്നും ഒരു വ്യത്യാസം വരില്ല. വേണമെങ്കിൽ കുറച്ച് വെള്ള എള്ള് വറുത്തിട്ട് അതിൻ്റെ മുകളിൽ വിതറി കൊടുക്കാട്ടുള്ളൂ. ഞാനത് ഇട്ടിട്ടില്ല. അപ്പോൾ അതും കൂടി ഇട്ടിട്ട് കൊടുത്ത് കുട്ടികൾ നല്ല ഇഷ്ടമായിട്ട് കഴിക്കും. അപ്പോൾ ഈ 2 എണ്ണത്തിൽ നിങ്ങൾക്ക് ഏതാ കൂടുതൽ ഇഷ്ടമായത്, നിങ്ങളിങ്ങനെ ഉണ്ടാക്കാറുണ്ടോ എന്നൊക്കെ നമുക്ക് എന്തായാലും കമൻറ്റ് ചെയ്യണം. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കില്ലല്ലോ. നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ 2 ഡിഷും ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഉണ്ടാക്കി നോക്കില്ലേ എല്ലാവരും?